നെർവ് എനർജി എന്നുള്ള പ്രൊഡക്റ്റിന്റെ പ്രത്യേകതകൾ നോക്കുന്ന സമയത്ത് പല ആളുകളും പറയുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ്. ശരീരം മൊത്തം വേദനയാണ്, അല്ലെങ്കിൽ തരിപ്പ്, അതേപോലെ തന്നെ ഒരു 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 സ്റ്റിഫ്നെസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ശരീരം എന്ത് ചെയ്യാ, മൊത്തത്തിൽ ഒരു തരിപ്പാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ വേണ്ട രീതിയിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ. ആ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ നെർവ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാല് ചില ആളുകൾക്ക് ഭയങ്കര ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഡയബറ്റിക് ഒന്നും ഇല്ല എങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളുണ്ട്. കാരണം ഡയബറ്റിക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസുലിൻ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നില്ല, ഓരോ കോശങ്ങളിലേക്കും വേണ്ട എനർജി അല്ലെങ്കിൽ ഓക്സിജൻ എത്തുന്നില്ല. ഇതൊക്കെ ഡയബറ്റിക് ആയ ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു എനർജി കുറവ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, എന്നാൽ കൈകാൽ തരിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ കൈകാൽ തരിപ്പും അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള വേദനകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമില്ല, ഡയബറ്റിക് എന്ന് പറഞ്ഞ പ്രശ്നമേ ഇല്ല എങ്കിൽ പോലും ഇത് പറയുന്ന ആളുകളുണ്ട് നമുക്ക് ചുറ്റും. നമ്മളിപ്പോ ഇതുവരെ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് പ്യൂരിഫയറോ അതല്ലെങ്കിൽ ഡെയിലി ഡീറ്റോക്സോ അതല്ലെങ്കിൽ വെൽ ഹാർട്ടോ ഇതൊക്കെയായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് പോലും നമുക്ക് ആ കൈകാൽ തരിപ്പിനൊക്കെ ഉള്ള റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ കയ്യിലാണെങ്കിൽ ഇതിനും വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു നെർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് അതിൽ ട്രെയിനിങ്ങിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ കൈകാൽ തരിപ്പുകളും അതേപോലെ തന്നെ വേദനയും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ ആയത് ഒരാൾക്ക് വേണ്ടതായിട്ടുള്ള വൈറ്റമിൻസ് അയാളുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഷുഗർ വരണം എന്നൊന്നുമില്ല. ഇനി അതേപോലെ തന്നെയാണ് എന്താണ്, ചില ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇതുണ്ടാവുന്ന പല ന്യൂറോപ്പതിക് ഡിസോർഡറുകൾ ഉണ്ട്. അതില് നെർവ് ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഈ പ്രശ്നങ്ങൾ വരും. എന്തെങ്കിലുമൊക്കെ വീണിട്ടോ അല്ലെങ്കിൽ പണ്ട് ചെറുപ്പകാലത്ത് കളിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും വീണതായിരിക്കാം, ചില പരിക്കുകളായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നെർവ് ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്കും ഇങ്ങനെയുണ്ട്. ഈ നെർവ് ഈ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യും, ഇതുള്ള തരിപ്പിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. ഓക്കെ, പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബേസിറ്റി എന്നുള്ളൊരു പ്രശ്നമാണ്. പൊണ്ണത്തടി അല്ലെങ്കിൽ ശരീരഭാരം അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു നെർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡർനെസ് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഹോർമോണൽ ഇൻബാലൻസ്, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഉണ്ട് ഹോർമോണൽ ചേഞ്ചസ്. ഇതൊക്കെ ഈ നെർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതില് ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുന്നത് ഭയങ്കരമായിട്ട്, ഇനി ചില ആളുകൾ ഇതിനും വേണ്ടിയിട്ട് മാർക്കറ്റിലുള്ള പല പ്രോഡക്റ്റുകളും പല ഗുളികകൾ പല മരുന്നുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില ബ്രാൻഡുകൾ ചില മരുന്നുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതൊരു അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അഡിക്ഷൻ എന്നുള്ള രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് കഴിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. അതായത് ഈ നെർവുമായിട്ട് ബന്ധപ്പെട്ട് കൈകാൽ തരിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വീണ്ടും വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അത് കിട്ടിയെങ്കിൽ മാത്രമേ അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അഡിക്ഷനിലേക്ക് പോകുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. അതായത് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാതെ വരുന്നു, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അമിതമായിട്ട് വണ്ണം കൂടുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ഇതൊക്കെ നെർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡർ, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വൈറ്റമിൻസോ മിനറൽസോ ഒന്നും കിട്ടുന്നില്ല എങ്കിലും എന്ത് ചെയ്യും, ഇതൊക്കെ ഉണ്ടാവും. പ്രോപ്പർ ആയിട്ട് വൈറ്റമിൻസ് ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അതേപോലെ തന്നെ മിനറൽസിന്റെ അഭാവം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും, ഈ നെർവസ് പ്രോബ്ലം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് വൈറ്റമിൻസ് കുറഞ്ഞാലും ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള മിനറൽസ് ഇല്ല എങ്കിലും നമുക്ക് ഉണ്ടാകുന്ന
പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ നെർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാല് എന്താണ് ശംഖുപുഷ്പം അല്ലെങ്കിൽ മണ്ടൂക് ഭരണി എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഹെർബുകളൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ആ ഒരു ട്രെയിനിങ്ങിൽ ഞാൻ കേട്ട ഭാഗം നോക്കുന്ന സമയത്ത് ഈ വൈറ്റമിൻസിൽ പ്രധാനപ്പെട്ട ബി എന്നുള്ള വൈറ്റമിൻ B12, B6, ഫോളിക് ആസിഡ് ഇങ്ങനെയൊക്കെയുള്ള, അതായത് മഗ്നീഷ്യം, ഇതിന്റെ ഒക്കെ കുറവുകൾ എന്ത് ചെയ്യും, നമുക്ക് നെർവ് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ എന്താണ്, നമ്മൾക്ക് ഈ വൈറ്റമിൻസിന്റെ ഈ പ്രത്യേക വൈറ്റമിനുകളുടെ ഒക്കെ അഭാവം ഒരാളുടെ ശരീരത്തിൽ ഈ കൈകാൽ തരിപ്പും അതേപോലെയുള്ള ബുദ്ധിമുട്ടും വേദനകളും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ തരിപ്പ് പ്രശ്നങ്ങൾ, വേദനകൾ പറയുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഒരു ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും എന്താണ് ഈ നെർവ് എനർജി എന്നുള്ളത്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഫുൾ ആൻഡ് ഈസി പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് പ്രഗ്നന്റ് ലേഡീസിനോ അതല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സിനോ ഇവർക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അത് തന്നെയാണ്. ഇനി ഇതിൽ ശരിക്കും പറഞ്ഞാല് ഇത് ഒരു ടാബ്ലറ്റ് വീതം 2 നേരമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കേണ്ടത്. ഒരു ടാബ്ലറ്റ് വീതം 2 നേരമാണ്. അത് ഭക്ഷണത്തിന് ശേഷം മാത്രമേ എന്താണ് കഴിക്കാൻ പാടുള്ളൂ. അതായത് വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരിക്കൽ പോലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഭക്ഷണത്തിന് ശേഷം മാത്രമേ നെർവ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാബ്ലറ്റ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത് ചില ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ്, ചില ആളുകൾക്ക് ഭയങ്കര ഇതുപോലെ നെർവസ് പ്രോബ്ലം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 3 മാസം കഴിച്ചിട്ടും 3 മാസം കൊടുത്തിട്ടും കഴിച്ചിട്ടും അവർക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും 3 മാസം കഴിഞ്ഞാൽ അയാൾ 1 മാസമെങ്കിലും ഒരു ബ്രേക്ക് ഇടുന്നത് നല്ലതാണ്. കണ്ടിന്യൂസ് ഉപയോഗിക്കാതെ ഒരു ബ്രേക്ക് ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത മാസം എന്ത് ചെയ്യാം, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ കഴിക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു ഗ്യാപ്പ് എടുക്കണം. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നെർവ് എനർജി എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ്, ഇതിനും മാർക്കറ്റിൽ ഒരുപാട് ആവശ്യക്കാരും ആളുകളൊക്കെ നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റും നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി എടുക്കുകയാണ്, അതായത് റിപ്പീറ്റ് ചെയ്യാണ്. ഒന്ന് വേദനകൾ, തരിപ്പ്, ഇതുപോലെയുള്ള ശരിക്ക് എന്താ പറയാ, ഒന്ന് സ്റ്റിഫായിട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് എന്താണ് ഒരു സ്റ്റിഫ്നെസ് ഇല്ലാതെ വരിക. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ, പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷനും ഇതൊന്നും ഇല്ലാതെ അതിനുള്ളതല്ല. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഡയബറ്റിക് ഒന്നും ഇല്ല, പക്ഷെ അവർക്ക് ഈ പ്രശ്നമുണ്ട്, വേദനകളുണ്ട്, കൈകാൽ തരിപ്പുണ്ട് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നെർവ് എനർജി. ഇത് ഉണ്ടാകുന്നത് വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടും ഉണ്ടാവും, അതേപോലെ തന്നെയാണ് എന്താണ് മിനറൽസിന്റെ കുറവ് കൊണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ കുറെ കാര്യങ്ങൾ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നമ്മൾ ഈ മിനറൽസിന്റെ ഒക്കെ ശരീരത്തിലേക്ക് എത്തുന്നതിനെ ബന്ധപ്പെട്ട് അതിൽ DBSR പറയുന്ന ഒരു കാര്യമുണ്ട്, എസ്റ്റിമേറ്റഡ് ആവറേജ് എന്താണ് റിക്വയർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരാൾക്ക് ഒരു ശരീരത്തിൽ ആവശ്യമുള്ള എന്താണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തരിപ്പ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ നെർവ് എനർജി എന്നുള്ളത്. ഇതൊക്കെ